എനിക്കിത് എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. ശരിക്കും ഇപ്പൊ ഇവിടെ സിബി സാറും സിയാദിക്കയും പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തുവന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സമരൻ ബത്ലഹേമിന്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു. ഇത് ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കെയിലുള്ള ഒരു സിനിമയാണെന്നോ, എന്തുമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം, ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ, അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചി വളരെ യങ് ആയിരുന്നു. ഞാൻ 17 വയസ്സ്. ആറാം തമ്പുരാൻ കഴിഞ്ഞിട്ടാണെങ്കിൽ 18 വയസ്സ്. ആണോ? 18 വയസ്സ് ടീൻസിലായിരുന്നു. അപ്പോ അന്ന് സിബി സാറിന്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണ്ണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. രഞ്ജേട്ടൻ ആണെങ്കിലും ആറാം തമ്പുരാനും കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തും ഒക്കെ, അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാമേട്ടനും സുരേഷ് ഏട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു. ഇപ്പൊ ഈ സിനിമ കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ, ഇപ്പൊ അതിലിവിടെ നിവ്യ ഉണ്ട്, അൻസു ഉണ്ട്, കൃഷ്ണയുണ്ട്, ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു, മഞ്ജുള, സംഗീത, ശ്രീജ, അങ്ങനെ ഞങ്ങള് എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലബില 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 കലബിലാന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും, പിന്നെ സിയാദക പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു അതിന്റെ ഷൂട്ടും നടന്നത്.